നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ഷാജി. ആദ്യം പ്രധാന വാർത്തകൾ. ബഹ്റൈനിൽ തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ. ബാധകമാവുക സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക്. സംരക്ഷണ സംവിധാന സമയക്രമം മന്ത്രിസഭ അംഗീകരിച്ചു. അമ്മമാരെ, സഹോദരിമാരെ, ജനാധിപത്യ വിശ്വാസികളെ, തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കി NDA റോഡ് ഷോകൾ. ഇടതു വലത് കോട്ടകൾ ഇളക്കി JP നദ്ദയും യോഗി ആദിത്യനാഥും. ആറ്റിങ്ങലിനെ കാവിക്കടലാക്കി JP നദ്ദയുടെ റോഡ് ഷോ. കഴക്കൂട്ടത്തും അടൂരിലും പാറശാലയിലും തരംഗമായി യോഗി ആദിത്യനാഥ്. പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും. When I say that both the parties, LDF and UDF, have been cause of destruction of the great culture of this land, they have tried to hamper, they have tried to crush the religious sentiments of the people of this area. I say with full പിണറായി സർക്കാർ അയ്യപ്പ ഭക്തരെ ക്രൂരമായി വേട്ടയാടിയെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ഭക്തരെ പോലീസ് തല്ലിത്തകർക്കുമ്പോൾ UDF നോക്കി നിന്നു. കേരളത്തിന്റെ ആധ്യാത്മികതയും സംസ്കാരവും നശിപ്പിക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നത് എന്നും കരുനാഗപ്പള്ളിയിൽ JP നദ്ദ. तत्कालीन सरकार को इस बारे में निर्देशित किया था कि लव जिहाद के खिलाफ कोई प्रभावी कानून बनाए, लेकिन चूंकि इस पूरे षड्यंत्र में PFI, SDPI, മുസ്ലിം ലീഗ് ഇടത് വലതു മുന്നണികൾ കേരളത്തെ തീവ്രവാദ ഹബ്ബാക്കി മാറ്റിയെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇരു മുന്നണികളും മതമൗലികവാദികളുമായി കൂട്ടുപിടിക്കുന്നു. ലവ് ജിഹാദിനെതിരെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും പിണറായി സർക്കാർ അനങ്ങിയില്ല. ആചാര സംരക്ഷണത്തിൽ സർക്കാർ നീതി പുലർത്തിയില്ലെന്നും യോഗി ആദിത്യനാഥ്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ. നവോത്ഥാന മതിലിനായി സഹകരിച്ച താൻ അടക്കമുള്ളവരെ വഞ്ചിച്ചു. ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ ഒളിച്ചു കടത്തിയതെല്ലാവരെയും വഞ്ചിച്ചെന്ന് വിമർശനം. ആചാര ലംഘനം നടത്തി ശബരിമലയിൽ ഒരു സ്ത്രീയെയും കയറ്റാൻ അനുവദിക്കില്ലെന്നും പ്രീതി നടേശൻ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന് കൂടുതൽ തെളിവ് പുറത്ത്. അന്തരിച്ച CPM നേതാവ് PK കുഞ്ഞനന്ദന്റെ പേരും പട്ടികയിൽ. വോട്ടർമാരുടെ വിവരങ്ങൾ രമേശ് ചെന്നിത്തല ചോർത്തിയെന്ന CPM. ഇരട്ട വോട്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് സിംഗപ്പൂരിലെ സെർവറിലെന്ന് MA ബേബി. ബംഗാളിലും അസമിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. ബംഗാളിൽ പരക്കെ അക്രമം. BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയുടെ വാഹനം തകർക്കാൻ ശ്രമം. നന്ദിഗ്രാമിൽ വോട്ട് ചെയ്യാനെത്തിയ മമതാ ബാനർജിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മമതാ സർക്കാരിനെ പുറത്താക്കാൻ ബംഗാൾ ജനത തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി നോക്കാം. ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. വേതന സംരക്ഷണ സംവിധാനം നടപ്പാക്കാനുള്ള സമയക്രമം മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. ബഹ്റിനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനം 3 ഘട്ടങ്ങളായാണ് നടപ്പാക്കുക. 500 തൊഴിലാളികളിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. ഈ സ്ഥാപനങ്ങൾ മെയ് 1 മുതൽ തീരുമാനം നടപ്പിലാക്കണം. 50 മുതൽ 499 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ രണ്ടാം ഘട്ടത്തിലാണ് വരുന്നത്. ഈ സ്ഥാപനങ്ങൾ സെപ്റ്റംബർ 1 മുതലും മൂന്നാം ഘട്ടത്തിൽ വരുന്ന 1 മുതൽ 49 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ 2022 ജനുവരി 1 മുതലും തീരുമാനം നടപ്പിലാക്കണം. പ്രതിമാസ വേതനം കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ പിഴ ചുമത്തുന്നതിനോടൊപ്പം ക്രിമിനൽ നടപടിയും സ്വീകരിക്കുന്നതാണ്. തൊഴിൽ തർക്കങ്ങൾ ഇല്ലാതാക്കി മികച്ച തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്ന പുതിയ സംവിധാനം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ബിസിനസ് വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ തീരുമാനം അനുസരിച്ച് ബഹ്റൈൻ സെൻട്രൽ ബാങ്കിന്റെ ലൈസൻസ് ഉള്ള ബാങ്കുകളുടെ ഏതെങ്കിലും പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് വേതനം നൽകാൻ തൊഴിൽ ഉടമകൾ ബാധ്യസ്ഥരാണ്. തീരുമാനം നടപ്പിലാക്കുന്നതിന് തൊഴിൽ ഉടമകൾക്ക് 6 മാസത്തെ ഗ്രേസ് പീരീഡും അനുവദിക്കും. ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനം നിർബന്ധമാക്കിയിട്ടില്ല. സൂരജ് കുലശേഖരം,
ജനം, ബഹ്റൈൻ. ബഹ്റൈനിൽ കൊറോണ പ്രതിരോധ വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 5 ലക്ഷം കടന്നു. മധ്യപൂർവ്വ ദേശത്ത് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ ശരാശരിയിൽ നിലവിൽ ബഹ്റൈൻ 3-ാം സ്ഥാനത്താണ്. ബഹ്റൈനിൽ കൊറോണ പ്രതിരോധ വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 5 ലക്ഷം കടന്നു. ബുധനാഴ്ച വരെ 5,10,877 പേരാണ് ആദ്യ ഡോസ് സ്വീകരിച്ചത്. അതിൽ 2,55,440 പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചു. മധ്യപൂർവ്വദേശത്ത് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ ശരാശരിയിൽ ബഹ്റിന് മുകളിൽ UAEയും ഇസ്രായേലുമാണുള്ളത്. സിനോഫാം, ഫൈസർ ബയോഎൻടെക്, കോവിഷീൽഡ്, ആസ്ട്രസെനേക്ക, സ്പുട്നിക് 5 എന്നിവയാണ് ബഹ്റിനിൽ പ്രതിരോധ വാക്സിനായി നൽകുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ബി അവേർ മൊബൈൽ ആപ്പ് വഴിയും വാക്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേസമയം കൊറോണ ടെസ്റ്റ് നടത്തുന്നതിന് പുതിയ ഡ്രൈവ് ത്രൂ കേന്ദ്രം അനുവദിച്ച് ആരോഗ്യ മന്ത്രാലയം ഉത്തരവിറക്കി. വാഹനങ്ങളിലിരുന്ന് PCR ടെസ്റ്റ് നടത്തുന്നതിനുള്ള അധിക സൗകര്യം സക്കീറിലെ റാഷിദ് ഇക്വസ്ട്രിയൻ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബിലാണ് ആരംഭിക്കുന്നത്. നിലവിൽ എക്സിബിഷൻ സെന്ററിലാണ് വാഹനങ്ങളിലിരുന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ടെസ്റ്റ് സെന്റർ ആരംഭിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനം, ബഹ്റൈൻ. സൗദി അറേബ്യയിൽ കൊറോണ വ്യാപന നിരക്ക് ഉയർന്ന തോതിൽ തുടരുന്നു. പുതിയതായി 590 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിൽ ഏകദിന കൊറോണ വൈറസ് വ്യാപന നിരക്ക് ഉയർന്ന തോതിൽ തുടരുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 590 കൊറോണ കേസുകളാണ് പുതുതായി രാജ്യത്ത് സ്ഥിരീകരിച്ചത്. റിയാദ് മേഖലയിൽ മാത്രം 238 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 7 മരണങ്ങൾ കൂടി പ്രഖ്യാപിച്ചതോടെ സൗദിയിൽ സ്ഥിരീകരിച്ച അണുബാധകളുടെ എണ്ണം 3,90,597 വൈറസ് ബാധിച്ചുള്ള മരണങ്ങൾ 6,676 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 386 രോഗമുക്തിയാണ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 3,78,469 ഉയർന്നു. 5,452 കേസുകൾ ചികിത്സയിൽ കഴിയുന്നതിൽ 699 എണ്ണം ഗുരുതരാവസ്ഥയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. കുവൈത്തിൽ കൊറോണ വൈറസ് വ്യാപന നിരക്കിൽ വർധനവ് തുടരുന്നു. 1,418 പേരിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 9,580 പേരിൽ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 6 പേരാണ് ഇന്ന് മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 1,319 ഉയർന്നു. 1,293 പേർ ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ ചികിത്സയിൽ തുടരുന്ന 14,329 പേരിൽ 252 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അൽ ഉല പ്രഖ്യാപനം നടക്കുന്നതിന്റെ ഭാഗമായി സൗദി ഖത്തറി ഫോളോ അപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നു. GCC ഉച്ചകോടിയുടെ ഭാഗമായായിരുന്നു പ്രഖ്യാപനം. സൗദി അറേബ്യയിലെ അൽ ഉലയിൽ നടന്ന 41ാമത് GCC ഉച്ചകോടിയിൽ ഖത്തറുമായി ഒപ്പുവെച്ച അൽ ഉല പ്രഖ്യാപനത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സൗദി ഖത്തറി ഫോളോ അപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗം റിയാദിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്നു. സൗദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധിയുമായ വാലിദ് അൽ ഖുറൈജി ഖത്തറി പ്രതിനിധി അംബാസഡർ അലി അൽ ഖജ്രിയെ യോഗത്തിലേക്ക് സ്വീകരിച്ചു. രാഷ്ട്രീയ സാമ്പത്തിക വിദേശകാര്യ സഹമന്ത്രി അംബാസഡർ ഈദ് അൽ തഖാഫിയും ഖത്തറി പ്രതിനിധി തലവൻ അംബാസഡർ അലി അൽ ഹജ്രിയും യോഗത്തിൽ പങ്കെടുത്തു. ജനം, റിയാദ്. കുവൈത്തിൽ തുടരുന്ന ഭാഗിക കർഫ്യൂ ഈ മാസം 22 വരെ തുടരാൻ മന്ത്രിസഭാ തീരുമാനം. റംസാൻ മാസത്തിൽ വൈകിട്ട് 7 മുതൽ പുലർച്ചെ 5 വരെയാണ് പുതുക്കിയ സമയക്രമം. ഏപ്രിൽ 8 മുതലാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. റെസ്റ്റോറന്റുകളിലെ ഡെലിവറി സേവനം പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാം. അപ്പോയിന്റ്മെന്റ് റിസർവേഷൻ അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും വൈകുന്നേരം 7 മുതൽ രാത്രി 12 വരെ ഷോപ്പിംഗ് അനുവദിക്കും. ജനങ്ങൾക്ക് താമസയിടങ്ങളിൽ വൈകിട്ട് 7 മുതൽ രാത്രി 10 വരെ നടക്കാമെന്നും സർക്കാർ വക്താവ് താരിഖ് അൽ മുസ്റം അറിയിച്ചു. സൗദി അറേബ്യയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ പ്ലാറ്റ്ഫോം അബ്ഷർ ഇൻഡിവിജ്വൽ പരിഷ്കരിച്ചു. യോഗ്യതകൾ കൂട്ടിച്ചേർക്കുന്നതിന് അപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ളവ ചേർത്താണ് പരിഷ്കരിച്ചിരിക്കുന്നത്. യോഗ്യതകൾ കൂട്ടിച്ചേർക്കുന്നതിനായി അപേക്ഷിക്കുന്നതിനും ഇംഗ്ലീഷിൽ പേര് തിരുത്തുന്നതിനും സോഷ്യൽ സ്റ്റാറ്റസ് പുതുക്കുന്നതിനും കുട്ടികളുടെ രേഖകൾ അമ്മയുടെ ഐഡിയുമായി ബന്ധിപ്പിക്കുന്നതിനും പുതിയ വെർച്വൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സൗകര്യങ്ങളും കൂടി ചേർത്ത് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ പ്ലാറ്റ്ഫോം അബ്ഷർ ഇൻഡിവിജ്വൽ പരിഷ്കരിച്ചു. കൂടാതെ ബധിരർക്കും കേൾവിക്കുറവുള്ളവർക്കും ആബ്ഷർ സേവനത്തിന്റെ അപ്ഡേറ്റ് ചെയ്ത പതിപ്പും മന്ത്രാലയം പുറത്തിറക്കി.
എല്ലാ സിവിൽ സ്റ്റാറ്റസ് സേവനങ്ങളിലെയും കോൺടാക്ട് പോയിന്റുകൾ വഴി ഏകീകൃത വിഷ്വൽ കോൾ സെന്ററിലെ ഒരു ആംഗ്യഭാഷാ സഹായിയുമായി QR കോഡ് സാങ്കേതികവിദ്യ വഴി ആശയവിനിമയം നടത്താൻ പുതിയ സംവിധാനത്തിലൂടെ ബധിരരായ തൊഴിലാളികൾക്കും സാധിക്കും. സൗദി സ്വദേശികൾക്കും പ്രവാസികൾക്കുമുള്ള സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയം വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകുന്ന ഇലക്ട്രോണിക് സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരങ്ങൾ. കനകലാൽ, ജനം, റിയാദ്. പ്രവാസി ഓൺലൈൻ വ്യവസായ ശൃംഖലയായ വെൽസോൺ വെൽനസിന്റെ പുതിയ ഔട്ട്ലെറ്റ് പുനലൂരിലും പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ ഗ്രാമവികാസ സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള ഒരു സംരംഭമാണ് വെൽസോൺ. കൊറോണ മാനദണ്ഡം പാലിച്ചുകൊണ്ട് നടന്ന ലളിതമായ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി എഡ്യൂടെക് സ്റ്റാർട്ടപ്പായ 90+ മൈ ട്യൂഷൻ ആപ്പിൽ നിക്ഷേപവുമായി UAE കമ്പനി. UAE ആസ്ഥാനമായ പേൾ ഇൻവെസ്റ്റ്മെന്റ് LLC ആണ് സീരീസ് A നിക്ഷേപം നടത്തിയത്. ദുബായ് ആസ്ഥാനമായ DNN ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. 2018 മുതൽ കേരള സിലബസിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ഡിജിറ്റൽ ഓൺലൈൻ ട്യൂഷൻ നൽകി വരികയായിരുന്ന കമ്പനിയുടെ സേവനം ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സിലബസ് അടിസ്ഥാനത്തിൽ ലഭ്യമാകും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ട്യൂഷനായിരിക്കും കമ്പനി നൽകുക. കേരളത്തിൽ മാത്രം 4 ലക്ഷം കുട്ടികളാണ് 90+ ഉപയോഗിച്ച് പഠിക്കുന്നത്. ട്യൂഷൻ ഇൻഡസ്ട്രിയെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് CEO സ്മിജെ ഗോകുൽദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും കൊറോണ ആശങ്ക തുടരുന്നു. ഇന്ന് 2798 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 1835 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,347 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.15 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 11 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4632 ചേർത്തലയിലെ NDA സ്ഥാനാർത്ഥി ജ്യോതിസിനെ കൊല്ലാനാകുമോ എന്ന് ചോദിക്കുന്ന ശബ്ദ സന്ദേശം CPMന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതായി പരാതി. ജ്യോതിസിന്റെ കാലുമാറ്റം പാർട്ടിക്ക് ദോഷമാകുമെന്നും അതുകൊണ്ട് ജ്യോതിസിനെ കൊല്ലാൻ പറ്റുമോ എന്നും ചോദിക്കുന്ന ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാളെ NDA പോലീസിൽ പരാതി നൽകും. ആര് പോയാലും പാർട്ടിക്ക് ഒരു പുണ്ണാക്കം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കോൺഗ്രസ്സുകാർ BJPയിലേക്ക് ചാടുന്നു. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവരെപ്പോൾ വേണേലും BJP ആവും. അപ്പോൾ അവർക്ക് തിരിച്ച് പ്രചരിപ്പിക്കാനുള്ള സാധനമാണ് ഈ കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, അയാളെ കൊല്ലാൻ പറ്റുമോ? ഞാൻ ചോദിച്ചതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, വളരെ ഗൗരവമാണ്. കാരണം ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നതിനെ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇത് ജ്യോതിസ് NDAയിലേക്ക് പോയത് സ്ഥാനാർത്ഥിയായി മാറിയത് ഇപ്പോൾ CPMന് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അയാളെ കൊല്ലാനാകുമോ? ഇതാണ് ചോദ്യം. ഇത് എത്രത്തോളം ഗൗരവമായാണ് പാർട്ടി കണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് തുടർ നടപടികൾ? ലക്ഷ്മി, കോൺഗ്രസിൽ നിന്നും പ്രവർത്തകർ BJPയിലേക്ക് പോകുന്നത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന CPMന് കനത്ത തിരിച്ചടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തോട് അടുത്ത് നിൽക്കുമ്പോൾ CPMന്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജ്യോതിസ് എന്ന, അതും ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നും വർഷങ്ങളായി അത്തരം ഒരു പാരമ്പര്യമുള്ള പാർട്ടി കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി BJPയിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്നു. അവിടെ നിന്നും സ്ഥാനാർത്ഥിയാവുന്നു. BDJSന്റെ സ്ഥാനാർത്ഥിയായി ചേർത്തലയിൽ മത്സരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജ്യോതിസ് ഉണ്ടാക്കിയ CPMനുണ്ടാക്കിയ ഒരു തിരിച്ചടി, ആ ഒരു പശ്ചാത്തലത്തിൽ ജ്യോതിസിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ആഹ്വാനം ചെയ്യുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ CPMന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു കൊലപാതകത്തിനുള്ള ആഹ്വാനമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു തിരിച്ചടി ചേർത്തല പോലെ വർഷങ്ങളായി LDFന് ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ കനത്ത തിരിച്ചടിയാണ് ജ്യോതിസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ആഹ്വാനത്തെ വളരെ ഗൗരവകരമായി കാണണം എന്നതാണ് NDAയുടെ നിലപാട്. ഇത് സംബന്ധിച്ച് നാളെ NDA പോലീസിനും തീർച്ചയായും വളരെ ഗൗരവത്തോടെ തന്നെ NDA ഈ വിഷയത്തെ സമീപിക്കുന്നു. നാളെ പോലീസിൽ പരാതി നൽകുമെന്ന് അറിയാൻ സാധിക്കുന്നു. പക്ഷേ ഈ ശബ്ദ സന്ദേശം ഇങ്ങനെ പ്രചരിക്കുന്നത് ഇത് CPMന് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? അവർ എത്രത്തോളം പ്രതിരോധത്തിലാകുമെന്ന് വിലയിരുത്തണം സുധീഷ്. ഈ കൊലപാതക രാഷ്ട്രീയമാണല്ലോ ഇവരുടെ മുഖമുദ്ര. പ്രത്യേകിച്ച് ലക്ഷ്മി, ഇത് പുറത്തു വരും എന്ന ഒരു ധാരണയോടെ അല്ല അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ CPMനകത്ത് തന്നെ ഇത്തരം നിലപാടുകളോടെ എതിർപ്പുള്ളവരാണ് ഇത് പുറത്തേക്ക് ഈ സന്ദേശം കൈമാറുന്നത്. അങ്ങനെ അത് പുറത്തായതോടെയാണ് CPMനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയായിട്ട് ഈ ശബ്ദ സന്ദേശം മാറുന്നത്. അത്തരത്തിൽ മാറുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ചേർത്തലയിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കും എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം
സാധാരണക്കാരായ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ പോലും ഇത് വലിയ ഒരു പുനർചിന്തനത്തിനുള്ള ഒരു സൂചനയായി തന്നെ കാണേണ്ടി വരും. കാരണം ജ്യോതിസിനെ പോലെ CPM-ന് വേണ്ടി ഏതാണ്ട് 30 വർഷത്തോളം പ്രവർത്തിച്ച ഒരു വ്യക്തി അതിലെ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് ആ പാർട്ടി വിട്ട് പുറത്തു വരേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അയാളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് CPM-ന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സന്ദേശം പ്രചരിപ്പിക്കുന്നു. അത് വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അത്തരത്തിലുള്ള CPM-ന്റെ ഈ കൊലപാതക രാഷ്ട്രീയം അത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ശബ്ദ സന്ദേശം. ആ ഒരു സാഹചര്യത്തിൽ ചേർത്തലയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണമായി ഈ ശബ്ദ സന്ദേശവും മാറാനാണ് സാധ്യത. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് NDA ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ജ്യോതിസിനെ CPM വിട്ട് NDAയിലേക്ക് വന്ന ജ്യോതിസിന്റെ ആയസിനും ജീവനും എല്ലാം തന്നെ സുരക്ഷിതത്വം നൽകേണ്ടത് NDAയുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അതോടെ കണക്കിലെടുത്താണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാനും പോലീസ് സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭ്യർത്ഥിക്കാനുമുള്ള നീക്കത്തിലേക്ക് NDA പോകുന്നത്. ലക്ഷ്മി, ചേർത്തലയിലെ NDA സ്ഥാനാർത്ഥി ജ്യോതിസിനെ കൊല്ലാനാകുമോ എന്ന് ചോദിക്കുന്ന ശബ്ദ സന്ദേശം CPM വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതായി പരാതി. നാളെ NDA ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രചാരണം അവസാന ലാപ്പിൽ. തലസ്ഥാനത്ത് ആവേശമായ യോഗി ആദിത്യനാഥിന്റെയും JP നദ്ദയുടെയും പ്രചാരണ പരിപാടികൾ. കേരളം മാറ്റത്തിന്റെ പാതയിലാണെന്ന് യോഗി പറഞ്ഞു. ശബരിമലയിൽ ഇടതുപക്ഷ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും വിമർശിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തലസ്ഥാന ജില്ലയെ ഇളക്കിമറിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. ആറ്റിങ്ങലിൽ നദ്ദയുടെ റോഡ് ഷോയ്ക്ക് ആയിരങ്ങൾ അണിനിരന്നു. Bharatiya Janata Party and NDA government under the dynamic leadership of Prime Minister Modi have been supporting the cause of Kerala right from the day he took over as the Prime Minister. We did not get any seat share here. Our vote share was only 5%, which because of your blessings came to 17%. But Prime Minister Modi relentlessly kept working for the people of Kerala. On all issues he has been positive, that we have to understand. തലസ്ഥാന ജില്ലയിലെ 3 മണ്ഡലങ്ങളിലാണ് യോഗി പ്രചരണത്തിനെത്തിയത്. വിജയാഹ്ലാദത്തിന്റെ ആവേശമായിരുന്നു കഴക്കൂട്ടത്തെ റോഡ് ഷോയ്ക്ക്. വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിച്ച ദേവസ്വം മന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് യോഗി പറഞ്ഞു. केरल की सरकार ने, LDF की सरकार ने केरल के अंदर देवस्थानम बोर्ड के नाम पर यहाँ के हिंदुओं की आस्था के साथ खिलवाड़ करना अपना जन्मसिद्ध अधिकार समझ लिया है. और मुझे बताया गया है देवस्थानम बोर्ड के नाम पर आस्था के साथ खिलवाड़ करने वाला व्यक्ति ही आज यहाँ पर इस असेंबली कॉन्स्टिट्यूएंसी में शोभना जी के खिलाफ चुनाव लड़ाई लड़ने के लिए आया है. जो आपकी भावनाओं के साथ खिलवाड़ कर रहा हो, आस्था के साथ खिलवाड़ कर रहा हो, उसकी जमानत जब्त होनी चाहिए और यही उसको एक जवाब देने की आवश्यकता है. പാറശാലയിലെ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കേരളത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയെന്ന് അദ്ദേഹം പാറശാലയിൽ പറഞ്ഞു. कोई मुस्लिम लीग के साथ, कोई PFI के साथ, SDPI के साथ और अन्य जिहादी तत्वों के साथ मिलकर के इन प्रकार सत्ता हासिल करना चाहते हैं. उनका उद्देश्य एक ही है
एन केन प्रकार सत्ता हासिल करो, केरल को अराजकता का अड्डा बना डालो और फिर केरल के अंदर अव्यवस्था और अराजकता का माहौल पैदा करके तमाम उन अराजक गतिविधियों को प्रश्रय दो जिनके कारण देश की सुरक्षा को भी खतरा पैदा हो। കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിലും യോഗി പ്രസംഗിച്ചു. भारतीय जनता पार्टी नेतृत्व की श्री नरेंद्र मोदी जी के नेतृत्व की सरकार देश के लिए पैदा कर रही है, प्रस्तुत कर रही है, लेकिन कांग्रेस के नेतृत्व का यूडीएफ या फिर एलडीएफ इनके द्वारा इनके विकास का कोई अपना एजेंडा नहीं है। इनका एजेंडा एक ही है, तुष्टीकरण की नीति पर चलो और भ्रष्टाचार से एन केन प्रकार सत्ता हासिल करो। ജനം തിരുവനന്തപുരം. ഇടത് വലത് മുന്നണികൾ നാടിന്റെ സംസ്കാരവും ആധ്യാത്മികതയും തകർക്കുന്നവരാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. അഴിമതിയിലും കുംഭകോണത്തിലും മികവ് തെളിയിച്ചവരാണ് LDFും UDFുമെന്നും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും JP നദ്ദ കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ചുള്ള വാക്കുകളോടെയാണ് BJP ദേശീയ അധ്യക്ഷൻ പ്രസംഗം ആരംഭിച്ചത്. When I come to this holy land, I also wish to pay my regards and respects to Mata Amritanand Mai ji, Devi ji, who belongs to this land, to this area, whom we call as our respected Amma. തുടർന്ന് ഓരോ വിഷയങ്ങളിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ UDFനെയും വെറുതെ വിട്ടില്ല. വിശ്വാസികളെ തല്ലിച്ചതച്ചപ്പോൾ കാഴ്ചക്കാരായി നോക്കി നിന്നവരാണ് UDFകാരെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. It was this LDF government who lathi charged on the devotees of Ayyappa. It was this LDF government which tried to put cases against people who were fighting for the religious sentiments of Lord Ayyappa and for the Sabrimala temple. And the UDF remained as a mute spectator. UDF did the lip service, but they never came ahead. It was only Bharatiya Janata Party, the people on the dais and our supporters who fought tooth and nail for the traditions of Lord Ayyappa and for the people of Kerala. This we have to understand. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ജനകീയ പദ്ധതികളും വിശദീകരിച്ച അദ്ദേഹം പുറ്റിങ്ങൽ ദുരന്ത സമയത്തടക്കം പ്രധാനമന്ത്രിയും കേന്ദ്രവും നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി. You see, in UPA government, Kerala got only 45,000 crores in 13 Finance Commission. In Modi government, you got 2 lakh crores. That is 3 times more. We have to understand. ദേശീയപാത വികസനത്തിന് കേന്ദ്രം പണം അനുവദിച്ചിട്ടും സ്ഥലം ഏറ്റെടുത്തു നൽകാൻ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ആരോപിച്ചു. സ്ഥാനാർത്ഥികളായ BT സുധീർ, രാജീവ് പ്രസാദ്, വിവേക് ഗോപൻ തുടങ്ങിയവരും NDA നേതാക്കളും ചേർന്നാണ് സമ്മേളനത്തിലേക്ക് നദ്ദയെ സ്വീകരിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തിയവരെ ദേശീയ അധ്യക്ഷൻ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളി ആവേശക്കടലാക്കിയായിരുന്നു BJP അധ്യക്ഷൻ JP നദ്ദയുടെ സന്ദർശനം. ക്യാമറമാൻ ഹണി തങ്കപ്പനൊപ്പം ബിനു മുരളീധരൻ, ജനം, കൊല്ലം. ഇതോടെ പ്രവാസി നേരം പൂർണ്ണമാകുന്നു. നമസ്തേ.